ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC 2024-ലും 2025-നുമായിട്ട് ചോദിച്ച ആനുകാലിക ചോദ്യങ്ങൾ പാർട്ട് 2 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, 2025-ലെ പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 2025-ലെ പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂഡൽഹി ആയിരുന്നു വേദി. ഓർത്തു വയ്ക്കുക, ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയായതെന്ന് ഓർക്കുക. ഓക്കെ, 2025-ലെ പ്രഥമ ഖോ-ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം എവിടെയാണ്? ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ് വേദി എന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2024-ലെ കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. 2024-ലെ കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എസ് സോമനാഥ്, ഭുവനേശ്വരി. ഓക്കെ, ഓർത്തു വയ്ക്കുക, 2024-ലെ കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവരാണ് എസ് സോമനാഥ്. അതായത് ISROയുടെ മുൻ ചെയർമാനും മലയാളിയുമായ വ്യക്തിയാണ് എസ് സോമനാഥ്. ജൈവ കർഷകയായ വ്യക്തിയാണ് ഭുവനേശ്വരി. ഇരുവർക്കുമാണ് 2024-ലെ കേരളപ്രഭ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർക്കുക. കേരളപ്രഭ പുരസ്കാരം. ഓക്കെ, 2024-ലെ കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ്. ഇനി ഈ ഓപ്ഷനിൽ കാണുന്ന MK സാനു ആരാണ്? 2024-ലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക, 2024-ലെ കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവരാണ്. MK സാനു 2024-ലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹരായ വ്യക്തിയാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2024-ൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്, ഈ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. അതായത് 16-ാം ഉച്ചകോടിയാണ് റഷ്യയിലെ കസാനിൽ വെച്ച് നടന്നത്. ഓക്കെ, നെക്സ്റ്റ്, കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. അതായത് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലല്ല, മറിച്ച് റഷ്യയിലാണ്. ഓർത്തു വയ്ക്കുക. അപ്പോൾ 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് എന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. ഈ ഓപ്ഷനും തെറ്റാണ്. കാരണം ബ്രിക്സിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്ഹായി എന്ന സ്ഥലത്താണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, ബ്രിക്സിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിയിലാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ ഏതാണ്? 2009-ലാണ് ബ്രിക്സ് രൂപം കൊണ്ടത്. ഈ ഒരു ഓപ്ഷനും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1, 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ഏതു വർഷം? 2024-ൽ. ഓർത്തു വയ്ക്കുക, 2024-ൽ 16-ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. അതുപോലെ 2009-ലാണ് ബ്രിക്സ് രൂപം കൊണ്ടത്. ഈ രണ്ട് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി 1ഉം 4ഉം മാത്രം എന്ന ആൻസറാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പോൾ 16-ാം ഉച്ചകോടി നടന്നത് കസാനിലാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലല്ല, മറിച്ച് റഷ്യയിലാണ്. അതുപോലെ ബ്രിക്സിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലെ ഷാങ്ഹായി എന്ന സ്ഥലത്താണ്. 2009-ലാണ് ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റെനിൽ വിക്രം സിൻഹ. റെനിൽ വിക്രം സിൻഹയായിരുന്നു നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് എന്ന് ഓർക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസനായകയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല, നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ്. അതിൻ്റെ ആൻസർ വരുന്നത് റെനിൽ വിക്രം സിൻഹയാണ്. ഓക്കെ, അപ്പോൾ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് അനുരകുമാര ദിസനായക. തൊട്ടു മുൻപ്, അതായത് അനുരകുമാര ദിസനായകയ്ക്ക് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡൻ്റായിരുന്നു റെനിൽ വിക്രം സിൻഹ. നെക്സ്റ്റ്, 2024-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവ്. 2024-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് ഓപ്ഷൻ എ പ്രതിഭ റായി. ഓർത്തു വയ്ക്കുക, 2024-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായി. ഇനി അതോടൊപ്പം ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ്, 2025-ലെ ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് ആരാണ്?
പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മ ഓർത്തു വയ്ക്കുക. അപ്പോൾ 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായ്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് 2025 ആയിരിക്കും. അപ്പോൾ 2025 ONV സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രഭാവർമ്മ ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ. ഓക്കെ, ഓർത്തു വയ്ക്കുക. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആര്? റോഷി അഗസ്റ്റിൻ. ഓക്കെ, അപ്പോൾ കെ കൃഷ്ണൻകുട്ടി ഏത് വകുപ്പ് മന്ത്രിയാണ്? വൈദ്യുത വകുപ്പ് മന്ത്രിയാണ്. കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രി. ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി. അതുപോലെ പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി. ഓക്കെ, ഓർത്തു വയ്ക്കുക. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഓപ്ഷനിൽ വന്ന മറ്റു 3 മന്ത്രിമാർ ഏതൊക്കെ വകുപ്പാണെന്ന് നോക്കാം. കെ കൃഷ്ണൻകുട്ടി ഏത് വകുപ്പാണ്? വൈദ്യുത വകുപ്പാണ്. ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി. പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ സജി ചെറിയാനാണ് കറക്റ്റ് ആൻസർ. കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് ഓപ്ഷൻ എ സജി ചെറിയാൻ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബാക്കി ഓപ്ഷനിലുള്ള മന്ത്രിമാർ ഏതൊക്കെ വകുപ്പാണെന്ന് നോക്കാം. ഓപ്ഷൻ ബിയിൽ VN വാസവനാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഏത് വകുപ്പ് മന്ത്രിയാണ്? സഹകരണ വകുപ്പ് മന്ത്രിയാണ്. സഹകരണ വകുപ്പ് മന്ത്രിയാണ് VN വാസവൻ. AK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രിയാണ്. AK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ റോഷി അഗസ്റ്റിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതാണ്? ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് ആര്? സജി ചെറിയാൻ. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. കെ കൃഷ്ണൻകുട്ടി വൈദ്യുത വകുപ്പ് മന്ത്രി. ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി. പി പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി. സജി ചെറിയാൻ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. VN വാസവൻ സഹകരണ വകുപ്പ് മന്ത്രി. AK ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി. റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ് മന്ത്രി. അപ്പോൾ ഇതൊന്നും മാറിപ്പോവരുത്, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഓപ്ഷൻ എ കതിർ ആപ്പ്. ഓർത്തു വയ്ക്കുക. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. നെക്സ്റ്റ്, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രിയാണ് ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ്. നെക്സ്റ്റ്, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 89.45 മീറ്റർ. ഓക്കെ, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരമാണ് 89.45 മീറ്റർ. അദ്ദേഹത്തിന് ഈ ഒരു ജാവലിൻ എറിഞ്ഞതോടെ വെള്ളി മെഡലാണ് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചത് വെള്ളി മെഡലാണ്. അദ്ദേഹം എറിഞ്ഞ ജാവലിൻ്റെ ദൂരമാണ് 89.45 മീറ്റർ. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, യുണൈറ്റഡ് നേഷൻസ് അതായത് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ ബി 134 യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. ഇനി 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 130 ഓർക്കുക. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് അതായത് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134. ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് 2025 അത് ആൻസർ വരുന്നത് 130 ഓർക്കുക. നെക്സ്റ്റ്, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി 800. ഓർത്തു വയ്ക്കുക. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഓപ്ഷൻ ബി 800. നെക്സ്റ്റ്, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം. ഓക്കെ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി ആട്ടമാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ഓപ്ഷൻ ബി ആട്ടം. സംവിധായകൻ ആനന്ദ് ഏകർഷിയാണ് ആട്ടം എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഓർക്കുക. ഇനി ഈ ഓപ്ഷൻ സി കാന്താര എന്ന് പറയുന്നത് 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന്
അവാർഡിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തതാണ്. ഓക്കെ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച ജനപ്രിയ ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കാന്താരയാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആട്ടം. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു പോയിന്റ്, മികച്ച മലയാള ചിത്രമായി എടുത്തിരിക്കുന്നത് തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളയ്ക്കാണെന്ന് ഓർക്കുക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രമാണ് ആട്ടം. മികച്ച ജനപ്രിയ ചിത്രം കാന്താര. മികച്ച മലയാള ചിത്രം ഏതാണ്? സൗദി വെള്ളയ്ക്ക. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി വയോമധുരം. ഓർത്തുവയ്ക്കുക, ഓപ്ഷൻ ബി വയോമധുരം. ഓക്കെ, കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം.